ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ വളരെ നാളുകളായി ഒരാഴ്ചയൊക്കെ ആയെന്ന് തോന്നുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുക്കിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോയുമായിട്ടൊക്കെ വന്നിട്ട്. അപ്പം ഞാനോട് തന്നാൽ ഇന്ന് നൈറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളോട് സംസാരിക്കാമെന്ന് കേട്ടോ. അപ്പം ഇന്നലെ എനിക്ക് നൈറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഞാൻ നോക്കിയപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ചായ കുടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാമെന്നാണ് ഓർത്തത്. അപ്പോൾ അത് വിജിയോട് പറഞ്ഞപ്പോൾ വിജി പറഞ്ഞു, ഇല്ലടി വാ, നീ ഇവിടെ നിന്നോ, എങ്കിൽ പെറോട്ടായൂടെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെറോട്ടായും ചായയൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എനിവേ പെറോട്ടായ്ക്കാണെങ്കിൽ മുട്ടക്കറിയും ഒരു പട്ടാണി വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും കഴിച്ചു. കാരണം 12 മണിക്കൂറൊക്കെ നൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല ക്ഷീണവും നല്ല വിശപ്പും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടങ്ങ് കഴിച്ചതാണ്. പിന്നെ വേണമെന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് വല്ലതും ഉണ്ടാക്കി കഴിക്കുക. സത്യം പറഞ്ഞാൽ അതിനുള്ള ഒരു ആരോഗ്യമില്ല, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതുകൊണ്ട് പിന്നെ ക്ഷീണം കൊണ്ട് എന്നാൽ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയി കയറി കിടന്ന് കുളിച്ചിട്ട് ഉറങ്ങാമല്ലോ. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനും മനസ്സിലുള്ളത് കൊണ്ടാണ് കിട്ടിയപ്പോഴേ സന്തോഷത്തോടങ്ങ് മേടിച്ച് കഴിക്കുന്നത്. പിന്നെ വേറെ എന്തോ ഉണ്ട് വിശേഷം? എനിക്കറിയാം എല്ലാവരും വളരെയധികം വിഷമത്തിലാണെന്ന്. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഒലയ്ക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലെങ്കിൽ പോലും അത് നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾക്കത് വളരെയധികം വേദനാകരമായ കാര്യങ്ങളാണ്. ഇപ്പം വയനാട്ടിലാണെങ്കിൽ സംഭവിച്ചത് വളരെ എപ്പോഴും ഈ വീഡിയോ ഒക്കെ നമ്മൾ ന്യൂസിൽ കൂടെ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചുമ്മാതിരിക്കുമ്പം പോലും ഓർത്തു പോകും. ആ കുഞ്ഞുങ്ങൾ, ഓരോ മാതാപിതാക്കൾ, ഇതൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും അങ്ങ് വിഷമമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ എന്തോന്ന് വെച്ചാൽ നമുക്ക് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കാരണം ഇന്ന് ഈ ലോകത്ത് നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. കാരണം നഷ്ടപ്പെട്ടതൊക്കെയും പോയി കഴിഞ്ഞു. ഇനിയിപ്പം മാതാപിതാക്കൾക്ക് മക്കളെയാണെങ്കിലും മക്കൾക്ക് മാതാപിതാക്കളെയാണെങ്കിലും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയാണെങ്കിലും അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അവർക്ക് മനസ്സമാധാനം. കാരണം ഇന്നിപ്പോൾ ഈ നടന്ന ഇവരുടെ ജീവിതത്തിലൊക്കെ ഇവരിത് കണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവരുടെ മനസ്സിന് ശക്തി, ധൈര്യം കൊടുക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, നമുക്കത് മാത്രമല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ എനിവേ എല്ലാവരും പ്രാർത്ഥിക്കുക, അത്രയൊക്കെ എനിക്ക് പറയാൻ ഉള്ളൂ. അപ്പം ഇത് വീഡിയോ ചെയ്യുന്നത് വെച്ച് തെറ്റായിട്ടൊന്നും ധരിക്കറിയാൻ ഒത്തിരി ദിവസമായി വീഡിയോയിലൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.